കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ച്? ക്ലാസ്മേറ്റ് ആയിരുന്നു. ചോദിച്ചു കേട്ടില്ലേ? കൂടെ പഠിച്ച കുട്ടി അല്ല, എന്റെ ജൂനിയർ ആയിരുന്നു മെഡിക്കൽ കോളേജിൽ. അവർക്ക് എന്താ പറ്റിയേ? അല്ല, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലേന്ന് ചോദിച്ചതാ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ അഭയം തരേണ്ട ആവശ്യം വരില്ലല്ലോ. എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ചോദിച്ചില്ലേ? ഇല്ല. കാണണമെന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലുമൊക്കെ പറയാൻ കാണുമെന്ന് ഞാൻ വിചാരിച്ചത്. മെഡിക്കൽ കോളേജിൽ എത്രയോ പേര് അവരുടെ സീനിയറായിട്ട് പഠിച്ചു പോയിട്ടുണ്ടാവും. എന്നിട്ടും ഇദ്ദേഹത്തോട് മാത്രം ഇത്ര പ്രത്യേകത തോന്നാൻ എന്താ കാരണം? ചോദിച്ചു നോക്കാൻ വരുന്നില്ലേ? ഞാൻ എങ്ങനെയാ അതൊക്കെ ചോദിക്കാം? നിനക്ക് ചോദിക്കാം. നീയാണല്ലോ എന്നെ അവിടെ എത്തിച്ചത്. നിന്നോടോട് മനസ്സ് തുറക്കാതിരിക്കില്ല. ഇല്ല, എന്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയല്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ നീ എന്താ എന്നോട് ചോദിച്ചത്? നിന്റെ അച്ഛന്റെ പ്രായമുള്ള ആളല്ലേ ഞാൻ. മാന്യമായി പെരുമാറുന്നോണ്ട് എന്നോട് എന്തു ആകാന്നാണോ? അതാണോ നിന്റെ ഈ ചോദ്യം ചെയ്യലിന്റെ അർത്ഥം? അയ്യോ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല. ഉദ്ദേശം എന്തായാലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് തികച്ചും പേഴ്സണൽ മാറ്ററാ. അതെ, തൽക്കാലം ഞാൻ മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായോ? ഫംഗ്ഷന് പോവാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോ മുതല് മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുന്നു. അത് ഞാൻ ഫിറോസിനോട് അച്ഛൻ അറിയാതെ പോയാലോ എന്ന് ഞാൻ ചോദിച്ചത്. പോകുന്നില്ലെന്ന് ആദ്യമേ അച്ഛൻ തീർത്ത് പറഞ്ഞതാ. കൊണ്ടുപോകുന്ന അവൾ എന്നെ വെല്ലുവിളിച്ചു. എന്ത് പറഞ്ഞിട്ടാവും അവൾ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചത്? ഞാൻ ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്നത്തെയും പോലെ എന്തെങ്കിലും കള്ളക്കഥകൾ പറഞ്ഞ് കാലി പിടിച്ചിട്ടുണ്ടാവും. അച്ഛന്റെ വീക്ക്നെസ്സുകളൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാലോ. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞുപോയി. അഥവാ അങ്ങനെ ഒരു സെന്റിമെന്റ്സിന്റെ പേരിലാണെങ്കിലും അച്ഛൻ ഇത്രയധികം ടെൻസ്ഡ് ആവില്ല. വൈകിട്ട് വീട്ടിലേക്ക് കയറി വന്നത് അത്ര നല്ല മൂഡിലായിരുന്നില്ല. ഓരോന്ന് ചിന്തിച്ച് ആഹാരം പോലും കഴിക്കാതെ കുറെ സമയം കഴിച്ചു കൂട്ടി. പിന്നെ ആരോടും ഒന്നും പറയാതെ പുറത്തുപോയി. തിരിച്ചു വന്നത് വേറൊരാളായിരുന്നു. വല്ലാതെ ഷോക്ക്ഡായതുപോലെ. ആ ഫംഗ്ഷന്റെ കാര്യത്തിൽ അവൾ ഇത്രയ്ക്ക് ബലം പിടിക്കുന്ന എന്തിനാന്നാ ഞാൻ ആലോചിക്കുന്നത്. വാശി അല്ല എന്താ? അവളെ പിടിച്ച വശം ജയിക്കണം, തന്നെ തോൽപ്പിച്ച് രസിക്കണം. വേറെന്ത് കിട്ടാൻ? ഒന്നുമില്ല. അല്ല ഫിറോസ്, അച്ഛനെ അവിടെ എത്തിച്ചിട്ട് അവൾക്ക് എന്തോ നേടാനുണ്ട്. ഇതൊരു വെറും വാശിയാവില്ല. എന്താ ഉദ്ദേശിച്ചത്? അതെന്താണെന്ന് പറയാൻ എനിക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അച്ഛന്റെ മനസ്സ് തകർക്കുന്ന എന്തോ അവിടെ അച്ഛനെ കാത്തിരിക്കുന്നുണ്ട്. ആ കാഴ്ചയിലേക്ക് അവൾ അച്ഛനെ നിർബന്ധിച്ച് കൂട്ടിയിരിക്കുന്നത്.